ഇതിൽ ആർക്കാണ് നന്നായിട്ട് അവിയൽ ഉണ്ടാക്കാൻ അറിയുന്നത്? ഞാൻ ഇതുവരെ അവിയൽ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ ഉമ്മ. അപ്പുറത്തെ വീട്ടിലെ അവിയൽ കൊണ്ടുവരുമ്പോഴാണ് കറക്റ്റ് അവിയലിന്റെ ടേസ്റ്റ് മനസ്സിലാകുന്നത്. ആ ടേസ്റ്റ് വെച്ച് ഇന്ന് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് ആരാണ്? നൗഫിൽക്ക. ഞാനോ? ഇന്ന് ഇവർ രണ്ടുപേരും കഴിച്ചിട്ട് പറയും ഇതുപോലത്തെ അവിയൽ ഞാൻ ലൈഫിൽ കഴിച്ചില്ല. ചായക്കടയ്ക്ക് പോകുകയാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. അവിലല്ലോ അവിയലാണ് കേട്ടോ. കയ്യോട്ടൊരു ഇന്ന് ഞാൻ അവിയലെന്നോ ഇത് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? ഇവിടെ അങ്ങനെ കൊടുക്കാം. ശരിക്ക് ഓളേന്ന് ഇതൊക്കെ പഠിപ്പിക്കേണ്ടിയിരുന്നു. കുഴപ്പമില്ല, വീട്ടിൽ പോയി പഠിപ്പിച്ചെടുത്തായിട്ടോ. അവിയലൊക്കെ അറിയാലോ അല്ലെ? ഇതിപ്പോ ഞാനെ വെക്കണ്ടേ? ആ പിന്നെ കുക്ക് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു ഗെയിമാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിയലെന്നല്ല വെക്കാം, എന്തെങ്കിലും ഒന്ന് വെക്കാൻ. കോഴിമുട്ട പൊരിക്കലുണ്ട്, പപ്പടം പൊരിക്കലുണ്ട്. ഇപ്പൊ യഥാർത്ഥ അവിയൽ വെക്കണവര് പറയും ഇതെന്തായി കാട്ടണത്. ഇത് ശരിക്ക് ഒരു കൈപ്പുണ്യാണല്ലേ. ഞാൻ ഹോട്ടലിൽ നിന്നിട്ടുണ്ട്, കുക്ക് ചെയ്യാനായിരുന്നില്ല, പാത്രം കഴുകാനേ ഒന്നും. അന്ന് കുക്കിംഗ് പഠിപ്പിച്ചില്ലല്ലോ, മെയിൻ പണിയല്ലേ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് ഷെഫാവൂലേ. ഇതിനിടയ്ക്ക് നിങ്ങളുടെ സ്വഭാവമാണ് ഈ അമ്മായിയും മരുവളും പെരയിൽ ഉണ്ടാകുമ്പോ സംഭവം ഉണ്ടല്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഒരു സാധനം. കുത്തിരിപ്പോ മണ്ണിന്റെ അടിയിലൂടെയുള്ള സാധനമാണ്. അതിന്റെ മോൾക്ക് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പടർന്ന് നിൽക്കും. അല്ല നിങ്ങളെ സ്വഭാവം എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ശരിക്കും നിങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഭാഗത്ത് കൂടെ വരാൻ പറ്റൂല. പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇത് നിങ്ങളെ മരുമകളെ സ്വഭാവമാണ്. ഇതിങ്ങനെ കാണുമ്പോ അടിപൊളിയാ, അടുത്തെത്തുമ്പോഴാണ് അതിന്റെ സ്വഭാവം ശരിക്കാറുള്ളൂ. പച്ചമുളക് ഈ ഒരു ഓണസദ്യ കഴിയുമ്പോ അടിയന്തര സദ്യ അവിടെ വെക്കേണ്ടിയിരുന്നു. ഞാൻ ഇപ്പൊ മിൽമന്റെ മറ്റേ കേട്, അതേപോലെ ഡയറ്റ് എടുക്കുന്നുണ്ട്, മറ്റേ എന്താ യോഗട്ട്, മിൽമയുടെ തന്നെ, മിൽമയുടെ നെയ്യ് ഒക്കെ. നെയ്യ് നല്ല, ഇപ്പൊ എല്ലാത്തിനും നെയ്യൊക്കെ. ഞാൻ ഡെയിലി ഇപ്പൊ നെയ്യ് രാവിലെ ഒന്ന് കഴിക്കും. അടുക്കളയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ആരാ? ഞാൻ തന്നെ. നിലക്കണക്കിട്ട് അവിടെ കടക്കല, കൂടുതൽ സമയം ആവണ്ടേ. ചായ ഉണ്ടാക്കും, ഒരു ദോശ ചൂടും, ഞാൻ തിന്നു. ആദ്യം ഗണപതിക്ക് പറഞ്ഞ ആദ്യം എനിക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവർക്ക്. ഒരുപാട് വർഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഉമ്മാനെല്ലാം ഈ ഫാമിലിനെ അറിയാത്ത ആളുകളൊന്നും എല്ലാവർക്കും അറിയാം. എവിടെ പോയാലും നമുക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്കാണ്, ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഓക്കാണ്. അമ്മ എനിക്ക് ഫുള്ള് തെറിയാ. There is no Onam without Milma. ഒന്നിച്ചാഘോഷിച്ചോണം മിൽമ ഓണം. മിൽമ പ്രസന്റ് സൈന സർപ്ലസ് ഓണം രുചിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം രുചിയിൽ അതിഥികളായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ഫാമിലിയാണ്, നൗഫൽ ആൻഡ് ഫാമിലി. സ്വാഗതം. നമ്മൾ എപ്പോഴും കാണാറുള്ളത് എപ്പോഴെങ്കിലും നൗഫൽക്കന്റെ വീട്ടിലായിരിക്കും. ഇന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ദുനിയാവിന്റെ അറ്റത്താന്ന് പറഞ്ഞു. അങ്ങനെ ലോങ് യാത്ര വരില്ലല്ലോ, ദൂരം വന്നിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓണത്തിന്റെ തിരക്കാ പോകുന്നുണ്ട്. അതെ അതെ, ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്നേന്ന് അറിയാം നിങ്ങളെ? എന്തിനാ വെറൈറ്റി ആയിട്ട് അവിയൽ വെക്കാൻ, ഓണം സ്പെഷ്യൽ അവിയൽ വെക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. പത്തിരി ഇറച്ചി അടിച്ച് വെക്കുന്നു. മലബാർ നിങ്ങളവിടെ ഓണത്തിന് അവിയലൊക്കെ ഉണ്ടാക്കില്ലേ? അവിയല് അയലൊക്കെ കൊടുന്നുതരും. ഉണ്ടാക്കില്ല? ഉമ്മാടെ സ്റ്റൈലിലും അവിയൽ വെക്കലുണ്ട്. ഇതിൽ ആർക്കാണ് നന്നായിട്ട് അവിയൽ ഉണ്ടാക്കാൻ അറിയുന്നത്? ആണോ? ഞാൻ ഇതുവരെ അവിയൽ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ ഉമ്മ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വെറൈറ്റി ആയിട്ട്. ഇപ്പൊ നൗഫലൊക്കെ പറഞ്ഞല്ലോ, അപ്പുറത്തെ വീട്ടിലെ അവിയൽ കൊണ്ടുവരുമ്പോഴാണ് കറക്റ്റ് അവിയലിന്റെ ടേസ്റ്റ് മനസ്സിലാകുന്നത്. ആ ടേസ്റ്റ് വെച്ച് ഇന്ന് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് ആരാണ്? നൗഫലക്ക. ഞാനോ? സർപ്രൈസ് ഇല്ലേ? ആൾക്ക് ആഗ്രഹം, ഉമ്മാക്ക് ആഗ്രഹമില്ലേ? കയ്യോട്ടൊരു അവിയൽ ഇന്ന് ഞാൻ ഉണ്ട്.
അപ്പൊ അല്ല ടേസ്റ്റ് നിങ്ങൾ ചെയ്യോ അതോ ഇവരാരും ചെയ്യോ? ഇല്ല, എനിക്ക് തോന്നുന്നു നൗഫിലൊക്കെ നന്നായിട്ട് അവിയൽ ഉണ്ടാക്കും. ഇന്ന് ഇവർ രണ്ടുപേരും കഴിച്ചിട്ട് പറയും ഇതുപോലത്തെ അവിയൽ ഞാൻ ലൈഫിൽ കഴിച്ചിട്ടില്ല എന്ന് പറയും. ആ ചായക്കടയ്ക്ക് പോകുകയാണെങ്കിൽ പഠിച്ചിട്ടുണ്ട്. അവിലല്ലോ അവിയലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉമ്മ ഉണ്ടാവും. നിങ്ങളല്ലേ പറഞ്ഞേ ഞാൻ നിന്നോട്ടാ മതി. ഇല്ല, ഇതിപ്പോ റെസ്റ്റ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ജീവിതത്തിൽ ഞാൻ അടുക്കള കയറിയിട്ട് പാചകം ചെയ്തിട്ടില്ല. ഇല്ല, അപ്പൊ പിന്നെ ഇവിടെ നോക്കാം എങ്ങനെയുണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്താ പിന്നെ പണിയായി. ഓൾറെഡി കുട്ടികളെ നോക്കല് ഫുള്ള് ഞാനാണ്. കുക്കിംഗ് കൂടെ കുക്കിംഗ് കൂടി ആവും. ഇനി ഇപ്പൊ അടുക്കള കയറില്ല എന്ന പരാതി ഇതോടുകൂടി മാറ്റാം. നൗഫലിക്ക രസമായിട്ട് കുക്ക് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇത്താനെ മാറ്റാണ് പിള്ളേരുത്തായിട്ട് സമാധാനത്തിൽ ഇരുന്ന് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുക, എങ്ങനെ കഴിച്ചിട്ട് നല്ലതാണ് വെച്ചാൽ മതിയോ? ഇല്ല 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 ഇവർ രണ്ടുപേരുടെ ആഗ്രഹമാണ് ഇക്കാനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണമെന്ന്. ഓക്കെ, അപ്പൊ ഇത്ര റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി അവിയൽ കഴിക്കാൻ വേണ്ടിയിട്ട് ആള് വരും. അപ്പൊ ഗംഭീരമായിട്ടുള്ള നമ്മളൊരു അവിയൽ ഉണ്ടാക്കി കൊടുക്കണം. ശരിക്കും ഓളേന്ന് ഇതൊക്കെ പഠിപ്പിക്കേണ്ടിയിരുന്നു. കുഴപ്പമില്ല, വീട്ടിൽ പോയി പഠിപ്പിച്ചോ. ഓക്കെ, അപ്പൊ കുക്കിംഗ് തുടങ്ങിയാലോ? ഓക്കെ, അവിയലൊക്കെ അറിയാലോ അല്ലെ? ഇതിപ്പോ ഞാനേ വെക്കണ്ടേ? ആ പിന്നെ, പക്ഷെ അതിനു മുമ്പ് ഒരു ഗെയിം ഉണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു ഗെയിമാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിയൽ എന്നല്ല വെക്കാം എന്തെങ്കിലും കോഴിമുട്ട ഒരിക്കലുണ്ട്, പപ്പടം ഒരിക്കലുണ്ട്. അങ്ങനെ അറിയുന്നവർക്ക് അവിയലൊക്കെ ഈസിയാ അല്ലേ ഉമ്മ? നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഗെയിം കൊടുത്താലോ? അത് ഗെയിം അല്ല, അതും എനിക്കാ. ഉമ്മാക്ക് കൊടുക്കട്ടെ എന്നാ? ഉമ്മാക്ക് കൊടുക്കാം അല്ലെ? ശരി ശരി. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇക്കാന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ ഉമ്മാന്റെ കണ്ണ് കെട്ടി കൊടുക്കും. എന്നിട്ട് ഇതിനെ കുറിച്ച് ഇപ്പൊ ഒരു ആപ്പിളാണ് എന്റെ കയ്യിൽ, ഒരു ഫ്രൂട്ടാന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ കുറിച്ച് ഡയറക്റ്റ്ലി പറയില്ല, കറക്റ്റ് പറഞ്ഞിരില്ല. ഇതൊരു പഴമാണ്, ഇത് ഉമ്മാക്ക് ഇഷ്ടമുള്ള പഴ, അല്ലെങ്കിൽ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത പഴ, അങ്ങനെയൊക്കെ കുറച്ച് ക്ലൂ തരും. പക്ഷെ ഡയറക്റ്റ്ലി പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് അതെന്താ ഉമ്മ കണ്ടുപിടിക്കണം. 3 ഓപ്ഷൻസ് ഇത് 3 തവണയെ പറഞ്ഞു തരും, ക്ലൂ തരും കേട്ടോ. ആദ്യം തന്നെ ഉമ്മക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. കേട്ടെ? ആ, കേട്ടിക്കോ? കണ്ണല്ലെങ്കിലേ കാണൂല. ഇതൊക്കെ ഉമ്മക്ക് ഈസിയാ. മുറുക്കെ നല്ല മുറുക്കണ്ടെങ്കിൽ പതുക്കെ മതി. ഓക്കെ ഓക്കെ ഉമ്മ. അപ്പൊ ഞാൻ തരും. ആ തരുന്നതിനെ കുറിച്ച് ഇത് ഇപ്പം ചക്കയാണെങ്കിൽ ചക്കാന്ന് പറയരുത്. ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട്, ഉമ്മാക്ക് ഇഷ്ടാണ്. പറഞ്ഞ പോലെ എങ്ങനെ? ഞാനോ? ഇല്ലില്ല, ഇത് ഇക്കന്നെ പറയണോ? ഒരു ഉമ്മ കണ്ടുപിടിക്കണം. 3 ഓപ്ഷൻസ് ക്ലൂവേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് കേട്ടിട്ട് പറയണം ആ ഇത് ചക്കയല്ലേ എന്ന് പറയണം. അതാണ് മിടുക്ക്. കൊടുത്തോ. കൈ പിടിക്കാൻ കൊടുക്കരുത്. തൊട്ടാ പിന്നെ മനസ്സിലാവും. ഇതിനെ കുറിച്ച് പറയണം, ഇത് കുറച്ച് വലുപ്പുള്ളതാണ്, അങ്ങനെയൊക്കെ ക്ലൂ കൊടുക്കണം. തൊടാൻ കൊടുക്കരുത്. ഇക്കാക്ക് എത്ര ഇല്ലില്ല. ഇത് മകൻ പറയുന്നത് കേട്ടിട്ട് ഓ ഇത് ഒരു വെജിറ്റബിൾ ആണല്ലോ, ഇങ്ങനെ ഒരു വെജിറ്റബിൾ ഉണ്ടല്ലോ എന്ന് കണ്ടുപിടിച്ച് പറയണം. നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ. എന്നാ പിന്നെ പൊട്ടിയൊക്കെ തോറ്റു. വലിയ ഒരാളാണ് ഇയാൾക്ക്. തീവണ്ടിയുടെ പോലെ പരന്ന് കിടക്കുന്ന വള്ളിയുണ്ട്. വള്ളി, പയറ്, വലിയൊരാള് അതിനെ അങ്ങനെ ചുറ്റിപ്പറ്റിട്ട് ഒരു വള്ളി ഇങ്ങനെ പോണ്ട് തീവണ്ടി പോലെ. അല്ല, വേറൊരു ഓപ്ഷനും കൂടി ഒന്നും കൂടി പറയും. ഇതിന് പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്. കാള കിടക്കും കയറോടും. കുമ്പളങ്ങ. നിങ്ങളുടെ നാട്ടില് കഴിഞ്ഞില്ലതാ? കാള കിടക്കും കയറോടും. എന്താ പറയാ, ഇതിന് ഇടക്ക് നിങ്ങളെ സ്വഭാവമാണ്. ഇടക്ക് ഈ അമ്മായിമ്മ മരുവോളും പെരയിൽ ഉണ്ടാകുമ്പോ സംഭവം ഉണ്ടല്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഒരു സാധനം. അല്ല, ഇതൊരു ഒരാളാണ്. ഒരു കഴിക്കാൻ പറ്റുന്ന സാധനം. ഉപ്പേരിക്ക് വെക്കാൻ പറ്റും. പക്ഷെ കയ്പൊക്കെയല്ല. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണിന്റെ അടിയിലൂടെ ഉള്ള സാധനമാണ്. അതിന്റെ മോൾക്ക് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പടർന്ന് നിൽക്കും. അതിന്റെ അല്ല നിങ്ങളെ സ്വഭാവം എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ശരിക്കും നമ്മൾ തർക്കിക്കണ്ട, അങ്ങനെയൊന്നും അല്ലാതെ പറ. അതെന്താ അങ്ങനെ പറയാൻ കാരണം?
ഞങ്ങളുടെ മനസ്സിൽ ഉമ്മ ഒരു പാവാണ്. ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ക്യാമറക്ക് മുന്നിൽ മാത്രമേ എന്താ പറയാ. ഇപ്പൊ എന്റെ കയ്യിലുള്ളതേ നമ്മളെല്ലാത്തിലും ഉപയോഗിക്കുന്ന സാധന. ഇതിന് കുറെ തൊലിയൊക്കെ ഉണ്ട്. പിന്നെ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ കരയും ചെയ്യും. ഇത് വെട്ടു കരയേ ഉള്ളി ലാസ്റ്റത്തില് പിടിച്ചേ കരയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, മറിച്ച് സിനുവിനോടാ ചോദിക്കുന്നത് ചിലപ്പോ ഞാൻ ജയിച്ചേനെ. ഇതിന്റെ പോകുമ്പോ എങ്ങനെ പറയാ, ഇത് പണ്ടൊക്കെ കുറെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ ഇതിനൊന്നും വലിയ ആൾക്കാർക്ക് താല്പര്യമല്ല. പണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണത്തിന്റെ ഒരു ഇതായിരുന്നു എൻ്റെ കയ്യിലുള്ള സാധനം. ഒരു കറിയൊക്കെ വെക്കണ സാധനം. പണ്ട് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്, അല്ല നിങ്ങളുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനമാണത് ഭക്ഷണത്തിന്റെ കൂടെ. ചക്കക്കൂട്ടാ അതൊരു കാലഘട്ടമായിരുന്നു. അത് കാലഘട്ടം ഓക്കെ. പക്ഷെ ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തും കിട്ടിയായിരുന്നു, നേരത്തെ കിട്ടിയായിരുന്നു. എല്ലായിടത്തും എല്ലാരുടെ വീട്ടിലും ഒരു തെയ്യെങ്കിലും ഉണ്ടാവും. ചീനമുളക് അമ്മ അങ്ങ് പറമ്പിലേക്ക് പോയിട്ടോ. ഏത് ഉറപ്പിക്കണം? മുരിങ്ങ വേണോ ചീനമുളക് വേണോ? ചീനമുളകാണോ എല്ലാ പേരിലും ഉണ്ടായിരുന്നു, മുരിങ്ങയാണ് എല്ലാ പേരിലും ഉണ്ടായിരുന്നു? ഏറ്റവും കൂടുതൽ മുരിങ്ങ. ഉറപ്പിക്കോ? എല്ലാം ശരിയാക്കുന്നുണ്ട്. ഇത് ഇടക്കിടക്ക് എന്നെ വിളിക്കണ സാധനമാണ്. ഈ സാധനം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഭാഗത്ത് കൂടെ വരാൻ പറ്റൂല. പച്ചക്കറിയാണ്. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ശരിക്കും കൊടുക്കേണ്ടത് അറിയാം ശരിക്കും. ഇത് നിങ്ങളെ മരുവുള്ള സ്വഭാവമാണ്. ഇല്ലാത്ത നന്നായി വീട് പുറത്തിറങ്ങുമ്പോ പണിയോ. ഞാൻ റീലായിട്ട് ഷെയർ ചെയ്യാം. ഇത് നിങ്ങളെ മരുമകളെ സ്വഭാവമാണ്. ഇതിങ്ങനെ കാണുമ്പോ അടിപൊളിയാ, അടുത്തെത്തുമ്പോഴാണ് അതിന്റെ സ്വഭാവം ശരിക്കാറുള്ളൂ. പച്ചമുളക്. ഇത് ഞാൻ ആരോടും പറയില്ല. ഈ ഒരു ഓണസദ്യ കഴിയുമ്പോ അടിയന്തര സദ്യ അവിടെ വെക്കേണ്ടി വരുന്നു. ഞാൻ വരാം. എനിക്ക് കുറച്ച് സാധനം കൂടി ഉണ്ട്. ഇനിയുണ്ട് സാധനം ഉണ്ട്, ഒന്നുകൂടി ചെയ്തേക്കാം. ഇതിങ്ങനെ ജയിച്ചതിന് എന്തെങ്കിലും കൊടുക്കണ്ടോ? ജയിച്ചാൽ ഞാൻ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യും, കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ. കർഷകർ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കർഷകന്മാര് ചെയ്യുന്ന സംഭവമാണ്. നമ്മളെപ്പോഴും വെക്കലുണ്ട്. നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കുഞ്ഞാമ്മേന്റെ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനമാണ്. കിഴങ്ങല്ല, കിഴങ്ങിന്റെ മാതിരിയല്ല. ഇതിങ്ങനെ നീണ്ട് നിവർന്ന് ഇങ്ങനെ കിടക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങണ 50 ഗ്രാം വാങ്ങണ സാധനം പച്ചമുളകോ അല്ല, നീണ്ട് നിവർന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ 50 ഗ്രാം കുഞ്ഞാമ്മേന്റെ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനമാണ്. 2 തരത്തിൽ നിങ്ങൾ ഇത് വെക്കലുണ്ട്. നമ്മളെ തൊടിയിൽ വരെ നിങ്ങൾ നട്ടിക്കണേ. പയറ്. അതങ്ങടെ ആദ്യം പറയായിരുന്നു. ആദ്യം പറഞ്ഞത് ഇല്ല, ഇതിനല്ല പയർ. ആദ്യത്തെ ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം പയറെന്നായിരുന്നു. ഇത് പഴുത്ത് കഴിഞ്ഞാൽ തിന്ന, അല്ലെങ്കിൽ കൂട്ടാൻ വെക്ക. ഈസിയാണ്. കായ. ബ്രില്യന്റ്. കണ്ണ് കെട്ടിയിട്ട് വരെ കറക്റ്റ് ആയിട്ട് പച്ചക്കറികൾ പറയാനുള്ള ഒരു ടാലന്റ് ഉമ്മാക്കുണ്ട്, ഇല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഇത് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കാം? അങ്ങനെ കൊടുക്ക. എന്തൊക്കെ ഉണ്ടാക്കും ശരിക്കും? ഇത് വെച്ചിട്ട് മത്തൻ തോരൻ ഉണ്ടാക്കാം. ഉമ്മ മത്തൻ തോരൻ ഉണ്ടാക്കോ? ഞാൻ ഇതുവരെ തോരൻ ഉണ്ടാക്കിയിട്ടില്ല. മത്തൻ പായസം അറിയോ? വെക്കലുണ്ട്. പിന്നെ പിന്നെ മത്തന്റെ ഉപ്പേരി വെക്കലുണ്ട്. അതന്നെ ഉള്ളു. ഞാൻ അത്ര തിന്നിട്ടുള്ളൂ. ഇനി പുതിയ കണ്ടുപിടിക്കണതൊക്കെ പുതിയത് നമുക്ക് നോക്കാം. ഈ പറയാത്ത എന്തെങ്കിലും വെക്കോ മത്തം വെച്ചിട്ട്? ഉമ്മക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാം മത്തം വെച്ചിട്ട്? മത്തം കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും. ചെറുപയർ അല്ലെ വെള്ളപ്പയറും ഇതുപാടെ എൽസേരി പോലെ തേങ്ങ അരച്ചിട്ട് അങ്ങനെ വെക്കും.
നല്ല ടേസ്റ്റാ. ഓക്കെ, അപ്പൊ അറിയാം നഫ്ല്. ഞാൻ കിച്ചനെ കുറിച്ച് കുക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളൊന്നല്ല, ആൾക്ക് നല്ല ഐഡിയ ഉണ്ട്. അല്ല ഭയങ്കര കൈപ്പുണ്യാണ് ആർക്ക്? ഉമ്മാക്ക്. ഉമ്മാക്ക് പക്ഷെ ഉമ്മ വെക്കണത് മാത്രമേ ഉള്ളൂ. ഒരു ഹോട്ടലിൽ പോയാലും നല്ല റിവ്യൂ പറയൂല. പറയില്ല. അതിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. ഞാൻ പറയട്ടെ, ആ കൈപ്പുണ്യം എന്തായാലും ഇവിടെ കിട്ടാതിരിക്കില്ല. ശരിയാ. ഇല്ല അല്ലേ? ചക്കരൊക്കെ നന്നായിട്ട് കുക്കിയില്ലേ? ചക്കര വരും ഇപ്പൊ. പെണ്ണുങ്ങളൊന്നും അടുക്കളയിൽ കയറൂല എന്നുള്ള പരാതി. മൊബൈല് കിട്ടിയോ കുരുത്തം കേട്ട്. ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ടി അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങക്ക് 4 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പൊ അങ്ങോട്ട് യാത്ര ചെയ്യണല്ലോ. ടോയ്ലറ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ എനിക്ക് കോൺഫിഡന്റ് ആണ് ഇത് ഗംഭീരമായിട്ടുള്ള ഒരു അവിയലായിരിക്കും. കോൺഫിഡന്റ് ഉള്ളൊരു വെച്ചോളി. എനിക്ക് ഇക്കാന്റെ കയ്യിൽ കഴിയണം. അപ്പം നമുക്ക് തുടങ്ങിയാലോ ഐശ്വര്യമായിട്ട് അവിയൽ ഉണ്ടാക്കാൻ? ഉമ്മ എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? ഞാൻ ബിസ്മി ചൊല്ലിയിട്ട് തീ കത്തിക്കുക. കത്തിരിക്കുകയാണ്. ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. ഉമ്മ പറഞ്ഞിട്ട് ഞാൻ ഇതാ ചെയ്താ മതി. വെള്ളം ഇത് മറ്റേ ബിരിയാണി വെച്ച മാതിരി ആവും. കുറച്ച് മതി, കുറച്ച് മതിയോ? മതി മതി. ഇനി നമ്മൾ തുള്ളി എണ്ണയും കൂടിയാണ് വരിക. ഉമ്മ ഉണ്ടാക്കണ മോനെ കൊണ്ടൊക്കെ എണ്ണ എത്ര പറഞ്ഞ പറയ്. കുറച്ച് പറഞ്ഞാ എത്ര മതിയോ? മതി, കുറച്ച് മതി മതി. ഈ ഫുള്ള് ചേനാണോ? ഇതെന്താ? ഇത് എന്ത് വെജിറ്റബിളാ? ഇത് ചേനയാണ്. ചേന. ഇത് ഫുള്ള് ഇടണോ? ഇടണം, ഫുൾ ഇടണം. കയ്യോട്ട് കൊട്ടിക്കോ. ഓക്കെ, ഇനി അടുത്ത നമ്മള് പയറിടുകയാണ് കേട്ടോ. പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പയറിടുന്നുണ്ട്. ഇത് ബീൻസ്. ചട്ടിയിലാവുമ്പോഴേ തിന്നലുള്ളൂ. ഇതൊക്കെ ഇന്നാ കാണണേ ഫ്രഷ് ആയിട്ട്. മുരിങ്ങക്കായ. ഇത് മുരിങ്ങക്കായല്ലേ? മുരിങ്ങക്കായ. മുരിങ്ങക്കായ. ഉമ്മ ഹെൽപ്പ് ചെയ്യ്, പറഞ്ഞു കൊടുക്ക്. ഇത് ക്യാരറ്റ്. ഇത് കായ. ഇത് ഉരുളക്കിഴങ്ങ്. ഓക്കെ, കഴിഞ്ഞു. ഇതിപ്പോ നിങ്ങളെ തിന്നണ്ടിയല്ലേ? എനിക്ക് വേണ്ടട്ടോ, ഞാൻ ഡയറ്റിലാണ്. അത് പറ്റില്ല. ഇങ്ങനെ ഇടുക. ഇത്ര മതിയോ? വാവ്, എന്ത് രസമായിട്ട് ഇടണേ. എനിക്കൊരു സ്പൂണ് കിട്ടുകയാണെങ്കിൽ സുഖമായിരുന്നു. എവിടെ സ്പൂൺ കിട്ടിയ ഒരു അളവ് കിട്ടില്ല. അതാ നല്ലത്. ഞാൻ മൂക്കിലും കണ്ണിലും മാന്തരുത് കേട്ടോ. ഉപ്പ്. എനിക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ തോന്നുന്നു അല്ലേ? അടി പിടിക്കായിരിക്കും. അടി പിടിക്കൂ. ഉപ്പ് ഇട്ടോ, ഉപ്പ് ഇട്ടോ വെജിറ്റബിൾസിനൊക്കെ. അല്ല ഉമ്മ പറഞ്ഞു കൊടുക്ക്. ഉമ്മ ഇത് ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല, അവനായിട്ട് ചെയ്യട്ടെ. മതി മതി മതി. ചൂടുണ്ടേ. കുറച്ച് ചൂടും പോയി കൊള്ളേണ്ട വരും എന്നൊക്കെ. ഇതിപ്പോ യഥാർത്ഥ അവിയല് വെക്കണോര് പറയും ഇതെന്താ കാട്ടണത്. ഇത് ശരിക്ക് ഒരു കൈപ്പുണ്യാണ് അല്ലേ? അതെ, കുക്കിംഗ് ഇത്ര സിമ്പിൾ എന്ന് ചിന്തിക്കുന്ന ഹോട്ടലിൽ നിന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? പാത്രം കഴുകാനായിരുന്നു നിന്നിട്ടുണ്ട്. അപ്പൊ ഈ കുക്കിംഗ് ചെയ്യുന്നവരില്ലേ, ഇപ്പൊ കൊറേ പേർക്ക് ഈ കുക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല. നമുക്ക് അന്ന് കുക്കിംഗ് പഠിപ്പിച്ചില്ലല്ലോ. മെയിൻ പണിയല്ലേ, പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് ഷെഫ് ആവൂലേ? അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അല്ലെങ്കിൽ മെയിൻ ഷെഫായിട്ട് കുറച്ച് വെള്ളം കൂടെ, ഇച്ചിരി വെള്ളം കൂടെ വെച്ചോ. മതി മതി മതി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലായിക്കോളാം. ഇതാവുമ്പോ ഇതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അവിടെ നാട്ടില് തിരിച്ചു വെച്ചോ. ഓക്കെ, ശരി, നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉമ്മാക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. വല്ലപ്പോഴും കിട്ടുന്ന സൗഭാഗ്യമാണ്. നമ്മളും കണ്ടാ മതി. പക്ഷെ രസമുണ്ടാവും. എങ്ങനെ വെച്ചാൽ രസമുണ്ടാവും. കുറച്ച് നല്ല ഉപ്പൊക്കെ പടത്തി ഒന്നും ഏറാൻ പാടില്ല. അപ്പൊ പിന്നെ എങ്ങനെ വെച്ചാൽ രസം ഉണ്ടാവും പറയണേ. ഇപ്പൊ പൊതുവേ ഇല്ലേ, ആൺകുട്ടികൾ അടുക്കളയിൽ കയറില്ലെങ്കിൽ കുറച്ച് എന്തേലും ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് എന്ന് പറയും. പറയണേക്കൂലേ? അതെന്താന്നറിയോ? വീണ്ടും പോലെ കയറ്റാൻ വേണ്ടിട്ടാ. അതുകൊണ്ട് നൗഫിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഉമ്മക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഈ മുട്ടയൊക്കെ വറുത്തപ്പോ കൊടുത്തോ? അങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോ എനിക്ക് പനിയായിക്കാത്ത ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അല്ലാണ്ട് ചോറ് കൂട്ടാനൊന്നും കൊണ്ടായില്ല. ഒന്നാമത് ഞാൻ പഠിച്ചിട്ടില്ല. ശരിക്കും വീട്ടിലത് പഠിപ്പിക്കണ്ടായിരുന്നു. വീട്ടുകാര് പണിക്കാൻ പോവുക, നമ്മളെ ചോറ് കൂട്ടാതെ പഠിപ്പിച്ചല്ലേ. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് അല്ലേ? അതെ അതെ. ശരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും പോലെ എല്ലാ അടുക്കളയിൽ നിന്ന് പഠിക്കണം തോന്നുന്നു. ഇപ്പൊ ശ്രമാണ്. കുട്ടികളായാലും ബാപ്പാക്കും സ്ഥാനം, അമ്മക്കും സ്ഥാനം, പെണ്ണിനും ആണെങ്കിലും. പണ്ടങ്ങനല്ല, ഉമ്മന്നൊക്കെ ചെയ്യണം. കാലം മാറി എന്നാ പറയണേ. കാലം മാറി. എനിക്ക് സിനുത്ത വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം വന്നോ കുക്കിംഗ് കാര്യത്തില്?
എന്താ ചിരി? എല്ലാ അടുക്കള കയറൽ തുടങ്ങി. ആദ്യം കയറിയിരുന്നില്ല. അതങ്ങനെയാണ്, ഒരാളുടെ ലൈഫിൽ ഒരു മാറ്റങ്ങൾ വരുമല്ലോ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അടുക്കള കയറൽ തുടങ്ങി. ആര്? ഞാന്. ഏതെടുക്കല്ലേ? ഓനിക്ക് മാത്രം, ഞങ്ങൾക്കൊന്നല്ല. ഞാൻ ആരും ബുദ്ധിമുട്ടിക്കലില്ല. ഞാൻ ഇപ്പൊ കുറച്ച് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ ഭയങ്കര തടിയായിരുന്നു. വന്നപാടെ മെലിഞ്ഞ് സുന്ദരനായി. അതായത് 96 കിലോ ഉള്ള ഞാൻ ഇപ്പൊ 76 കിലോ 20 കിലോ കുറച്ച്. 6 മാസമായിട്ട് ഡയറ്റ് ആയിരുന്നു. അപ്പൊ എന്തൊക്കെയാ കഴിക്കുക ഡെയിലി 15 മുട്ട കഴിക്കും. അതാ തടി കമ്മിയാക്കലേ. മുട്ടൊക്കെ. പിന്നെ 1 കിലോ കോഴി കഴിക്കും. ചെലവാണല്ലോ. ഒരു ദിവസം ഒരു 1200 ചെലവുണ്ട്. കുടിയില് പച്ചമുളകിലും അല്ല 1000-2000 ഒരു ദിവസം നമ്മക്കൊന്നും ഉണ്ടായില്ല ചിലപ്പോ. അല്ല നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആണ്. പിന്നെ മനസ്സിലാവുള്ളൂ. നമ്മള് പൈസ ഉണ്ടാക്കുന്ന ഓട്ടത്തില് ഹെൽത്ത് ഭയങ്കരമായിട്ട് പോയായിരുന്നു. ഇപ്പൊ ഉമ്മ ഒരു സമയത്ത് ഹെൽത്ത് ശ്രദ്ധിച്ചില്ല, ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ടല്ലോ. ഇപ്പൊ ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഉമ്മ. ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതാണ് ഹെൽത്ത്. അതാണ് ഹെൽത്ത്. തടി കമ്മിയാക്കുന്നല്ല, ആരോഗ്യം. ഇപ്പൊ ആരോഗ്യമൊക്കെ ഉമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ലേ? ശരിക്കും ഇല്ല, ഞാൻ ശ്രദ്ധിക്കില്ല. എന്റെ തടിയായിട്ട് നല്ല ഒത്തിരി പേര് പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി പേര് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ തടിയാണ്. 2 കാലിന്റെ മുട്ടും പോയിക്കണേ. പോയല്ലേ? പക്ഷെ കൊറേ വർഷം പണിയെടുത്തല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതാ. ഇപ്പോഴും ഉണ്ട്. എന്നാലും നമ്മള് വണ്ടിക്കൊക്കെ പൈസ കൊടുത്താലും വീട്ടില് നടന്നിട്ടേ പോവുള്ളൂ. കാല് പോലും പാടില്ല. 10 രൂപ കൈ അതല്ല, നമ്മുടെ അവിടെ 30 ഉറുപ്പ്യ ഓട്ടോറിക്ഷക്ക്. ഓട്ടോറിക്ഷക്കാര് ചിലപ്പോ വിളിച്ചാൽ വരില്ല. ഈ 30 ഉറുപ്പ്യക്ക് നമ്മള് അങ്ങോട്ട് പോകണ വെച്ചിട്ട് വിളിച്ചാൽ വരികയില്ല. ശരിയായിട്ട് നിങ്ങൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കില്ല? ശരിക്കും സദ്യ ഉണ്ടാക്കില്ല? ഓണത്തിന് നെയ്ച്ചോറും കൂറുന്നൊക്കെ പറ്റിയായിരുന്നു. ഞങ്ങൾ വാങ്ങും. ഞങ്ങളെന്താ പറയാ, ഞാൻ ഈ ഓണാകുമ്പോ എനിക്ക് ഞങ്ങളുടെ നാട്ടില് 4 പുറം കുറച്ച് ഹിന്ദുസാണുള്ള എന്റെ ഫ്രണ്ട്സൊക്കെ. അപ്പൊ എല്ലാ വീട്ടിലേക്കും ക്ഷണമാവും. അപ്പൊ എനിക്ക് എല്ലാ അമ്മമാരും കൈപ്പുണ്യ അറിയാൻ പറ്റും. പക്ഷെ അതിൽ ഏറ്റവും കൈപ്പുണ്യം നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എന്നെ വീട് ഞാൻ പറയില്ല, കാരണം പിന്നെ ഇനി ഓണത്തിനോട് വിളിക്കൂല. അത് ചെറുപ്പം മുതലേ വലിയ ഏട്ടനും അനുസന്മാരായിട്ട് നടന്നിരുന്നാണ് പ്രജിത്തും പ്രസാദും. അവര് അവിടുന്ന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അവരെല്ലാ ഫുഡുകൾക്കൊക്കെ. പെരുന്നാളിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബിരിയാണി കാത്തിരിക്കുന്ന പോലെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കും. ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാരും കണ്ടമാന ആൾക്കാരുണ്ട്. നമുക്ക് വീട്ടിലായി അന്ന് അത്ര സ്ഥലം ഉണ്ടായിരുന്നില്ല. എല്ലാരും പാടെ വിളിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ ചെയ്യാം. ഈ പണ്ട് നിങ്ങളുടെ ഈ സക്സസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതിന് മുമ്പുള്ള ഒരു ഓണം ആഘോഷിച്ചതും ഇപ്പോഴത്തെ ഓണവും തമ്മിൽ ഭയങ്കര ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ആൾക്കാർക്ക് ഓൺലൈനാണെന്ന് പറഞ്ഞ കാര്യം. ഫുഡൊക്കെ മൊത്തം ഓണസദ്യ പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലെത്തും. ഒരു പണ്ടത്തെ ഒരു വൈബൊന്നും ഇല്ല ഇപ്പൊ. ഇല്ല. ഉമ്മാന്റെ ഒരു ഓണം പായസം കിട്ടൂട്ടോ 4 പുറത്തുനിന്ന്. പായസം നിർബന്ധാണെന്നൊക്കെ. പിന്നെ ആട്ട കിട്ടുന്ന സമയം എപ്പോഴാ? അട കിട്ടും. അത് വിഷുവിന്. അതൊക്കെ ഒരു കൊടുന്നേരലാണ്. ഈ ഉമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു വിഭവം ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വെള്ളപ്പയർ, ഈ വൻപയർ ഉണ്ടല്ലോ, അതാണ്. കാരണം അതിനാണ് അന്ന് ഏറ്റവും വില കുറവുണ്ടായിരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ വെക്കണതും. അപ്പൊ നമ്മൾ എന്ന് കഴിക്കണ സാധനം ആകുമ്പോ മറ്റേ പണ്ട് ചാക്കിച്ചാൻ പറയില്ലേ, ഒരു സാധനം 100 വട്ടം വെക്കണതും 100 സംഭവം ഒരേ. അപ്പൊ അതിന് എക്സ്പീരിയൻസ് കൂടുമ്പോ ചെയ്ത് അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് വെള്ളപ്പയർ കറി ഒന്നുമില്ല. കുറച്ച് വെള്ളപ്പയറിടും, അത് വറുക്കും, എന്നിട്ട് അതിൽ കുറച്ച് പുളിയില്ലേ നമ്മുടെ, അത് കുറച്ച് അത്രേ ഉള്ളൂ. ആ പുളിയുടെ ഒരു ടേസ്റ്റിൽ ഇങ്ങനെ കഴിക്കാൻ. വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം ഇടും. അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങി കഴിക്കാം, ഇഷ്ടമുള്ളത് എല്ലാം കഴിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇന്നുണ്ട്. അപ്പോഴും ചിന്തിക്കുന്നത് അന്നത്തെ ആ കാലഘട്ടത്തിലെ ആ മെമ്മറി ഓർക്കണേ. ഇപ്പൊ ഫുള്ള് ഹോട്ടലിനൊക്കെ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഇതിപ്പോ ഒരു പ്ലേറ്റ് ഇതല്ലേ, ഈ ഒരു വലിപ്പമുള്ള ഒരു മീൻ കിട്ടോ 450 ഇട്ടിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇതുവരെ അമ്മ പറഞ്ഞേക്കണേ, എന്താ എത്ര പോകുന്ന മീൻ ഉണ്ടെങ്കിൽ നമുക്ക് പെരയില് 2 കിലോ വാങ്ങി വെക്കായിരുന്നു. അതാണ് ഞാൻ വാങ്ങൂലട്ടോ. ഞാൻ ഏത് ഹോട്ടലിൽ കയറിയാലും ഇറച്ചി മീനും അതെന്തോ ഇപ്പൊ നമുക്ക് മാറ്റങ്ങൾ വന്നല്ലോ. ഇപ്പൊ മോനോട് പറഞ്ഞ ഒരു വലിയ സ്രാവിനൊക്കെ കൊണ്ടുവരും ഇല്ലേ? പറഞ്ഞു നോക്കി ചിലപ്പോ കിട്ടിയാലോ എന്നൊക്കെ. ഈ കുക്കിംഗ് വീഡിയോ ഉണ്ടല്ലോ ഇപ്പൊ ചെയ്യുന്നുണ്ടേ വീഡിയോ. മുമ്പ് റെസിപ്പി ഒക്കെ ചെയ്യാറില്ലേ വീഡിയോസ്, കുക്കിംഗ് വീഡിയോ? എന്തോ ഇന്റർവ്യൂസ് പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോ ചെയ്യാന്നൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ അതിനൊന്നും സമയമല്ല. കാരണം
ഇപ്പൊ പുതിയ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, ആ, അതെ. ലേഡീസ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട് വൈഫ്. അപ്പൊ അവള് അതിന്റെ പിന്നിലാണ്. ആ, കാരണം ഇപ്പൊ യൂട്യൂബ് കുറച്ച് കഴിയുമ്പോൾ നിന്നാലും ഒരു ബ്രാൻഡ് തുടങ്ങാന്നുള്ളത് ശരിയാ. നമുക്കൊരു സൈഡായിട്ട് ഒരു ബിസിനസ് വേണം സൈഡായിട്ട് 2-3 ബിസിനസ് ഉണ്ട് ഇപ്പൊ. ഉണ്ട്. അതിന്റെ ഒരു ഓട്ടം ബഹളം തിരക്കാണ്. നമുക്കൊരു കിച്ചൺ റാപ്പിഡ് ഫയർ ഗെയിമിലേക്ക് പോവാം. ഞാൻ കിച്ചണിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അപ്പൊ അതിനെ കുറിച്ചൊന്നും പറയണം പെടപ്പെടപ്പെടയായിട്ട്. നമ്മുടെ വീട്ടിലെ മലപ്പുറത്തുള്ള അടുക്കളയിലേക്ക് നിങ്ങൾ ചെല്ലണം. ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ. ഓക്കെ, അങ്ങോട്ട് ചെല്ലണോ? അങ്ങോട്ട് ചെല്ലണം. ഇപ്പൊ ചെല്ലണ്ട, പോയാ മതി. ഓക്കെ, ആദ്യം ആരോടാ ചോദിക്കണ്ടേ? നൗഫൽ. ഓക്കെ, വീട്ടില് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാല്? എന്ത് പാല് വാങ്ങലല്ലേ സ്ഥിരമായിട്ട് പാല്? അത് വിരുന്നേര് വരുമ്പോ. ഏത് ബ്രാൻഡ് യൂസ് ചെയ്യാ? മിൽമനാവും. മിൽമ ആയിരിക്കും അല്ലേ? ഇത് എല്ലാരുടെ വീട്ടിലും കുറെ വർഷങ്ങളായിട്ട് മിൽമയുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. മിൽമന്നെയാണ്. ഞാൻ പക്ഷെ മിൽമന്റെ ഒപ്പം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പാലിന്റെ വില കൂടിയില്ലേ? എല്ലാ സാധനത്തിനും വില. 30 പക്ഷെ ക്വാളിറ്റിയുടെ കാര്യത്തില് മിൽമ അല്ല, എപ്പോഴും. മിൽമ ഞാൻ ഇപ്പൊ മിൽമന്റെ മറ്റേ കേട്, അതേപോലെ ഇപ്പൊ ഡയറ്റ് എടുക്കുന്നുണ്ട്, മറ്റേ എന്താ യോഗേട്ട് മിൽമയുടെ തന്നെ. മിൽമയുടെ നെയ്യ് ഒക്കെ, നെയ്യ് നല്ല. ഇപ്പൊ എല്ലാത്തിനും നെയ്യൊക്കെ ഞാൻ ഡെയിലി ഇപ്പൊ നെയ്യ് രാവിലെ ഇരുന്ന് കഴിക്കും. നല്ലതാ സ്കിന്നൊക്കെ പറയുന്നു. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മിൽമയുടെ തൈരാണ് കേട്ടോ. തൈര വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, യെസ്. അപ്പം രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അടുക്കളയില്, ഉമ്മാനോടാണ്, അടുക്കളയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ആരാ? ഞാൻ തന്നെ. ശരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഉമ്മ തന്നെയാ അല്ലേ? രാവിലെ എത്ര മണി തൊട്ട്? രാവിലെ 5 മണി തൊട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അടുക്കള കയറും. എന്നിട്ട് എപ്പ ഇറങ്ങും? പായം നിലക്കണക്കിട്ട് അവിടെ കടക്കല. കൂടുതൽ സമയം ആവണ്ടേ? അറിഞ്ഞ പറഞ്ഞ നീച്ച് നിസ്കരിച്ച് പല്ല് ഒക്കെ തേച്ച് ഞാൻ അടുക്കളയിൽ കയറി എനിക്ക് ചായ ഉണ്ടാക്കും, ഒരു ദോശ ചുടും, ഞാൻ തിന്നും, പിന്നെ പെരുക്കുള്ളത് വെച്ച് അവിടെ വെക്കും. ആദ്യം ഗണപതിക്ക് എന്ന് പറഞ്ഞ ആദ്യം എനിക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവർക്ക്. എനിക്കത് ശീലാണ്, ചെറുപ്പം മുതലേ ഉള്ള ശീലാണ്. എന്താണെങ്കിലും ഒന്ന് ഞാൻ തിന്നിട്ടാണ് ഇതാക്കുന്നത്. ഈ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം എന്താ ഉമ്മക്ക്? അടുക്കളയിൽ കയറുമ്പോ ഇത് നിർബന്ധമായിട്ട് അടുക്കളയിൽ ഉണ്ടാവണം, എങ്കിലേ ഒരു കുക്ക് ചെയ്യാൻ ഒരു മൂടുണ്ട്. കയറിയിട്ട് കാര്യമില്ലല്ലോ. ഗ്യാസ് ആണോ ശരിക്കും? ഓ, അടുപ്പുണ്ടെങ്കിൽ കത്തിക്കും. പക്ഷെ ഉമ്മ ഇപ്പോഴും അടുപ്പിലൊക്കെ കത്തിക്കില്ലേ? പണ്ടത്തെ ശീലം. അടുപ്പില്ലല്ലോ. അടുപ്പുണ്ട്, കരിങ്കുട്ട വരെ ഷോക്ക് മാത്രമേ ഉള്ളൂ, കത്തിക്കത്തില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 24 മണിക്കൂറും അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും അമ്മമാരും ഉണ്ടല്ലേ? ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ചിലപ്പോ ഉപ്പ് കൂടാം, എരിവ് കൂടാം, മധുരം കുറയാം. പക്ഷെ ഇതൊക്കെ റീസൺ പറഞ്ഞിട്ട് ചിലപ്പോൾ വഴക്ക് കൂടുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും ഇതിന്റെ കഷ്ടപ്പാട് ചിലപ്പോ വല്ലപ്പോഴും അടുക്കളയിൽ കയറുമ്പോഴേക്കും ഇതൊരു ചെറിയ പണിയല്ലാന്ന് മനസ്സിലാവണം. ഞാൻ ഒന്നിനെ മാത്രമേ വഴക്കൂടലുള്ളൂ. അധികം എനിക്ക് മുടിയ കിട്ടല്. അതിന് കറുത്ത മുടിയാണോ വെളുത്ത മുടിയാണോ നോക്കും. വെളുത്ത മുടിയാണെങ്കിൽ ഉമ്മാടി, കറുത്ത മുടിയാണെങ്കിൽ ഓൾറെഡി ഓൾറെഡി വെളുക്കും. അപ്പൊ പിന്നെ നേരെ നോക്കിയാൽ ഉമ്മാന്റെ ആണെന്നുള്ളത് നമുക്ക് വേഗം പിടുത്തം കിട്ടും. അല്ല, മുടി അതിനാ ഞാൻ വഴക്കുണ്ടാക്കല്. അതിലെ കൂടുതല് കൂടുതൽ അഭിലെങ്ങാനും മുടി വീണ ഉമ്മ ഇന്ന് മുടിയെങ്ങാനും ഉണ്ടോ? ഇപ്പൊ ഉമ്മക്ക് എങ്ങനെയാ ഫുഡില് എരിവ് കൂടാ, എരിവ് കുറയാ? എനിക്ക് എരിവ് പറ്റില്ല. എരിവ് തിന്നാ പിറ്റേന്ന് കക്കൂസ് പോയി. ഇല്ല, നമ്മളൊരു ബാലൻസിൽ നിൽക്കാണ് ഇങ്ങനെ. ഞാനും ഓക്കെ. ഇപ്പൊ ഉമ്മ ഞാൻ പറയട്ടെ, ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ കിച്ചൺ ഡ്യൂട്ടി അല്ലെങ്കിൽ കിച്ചണിൽ പണിയെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങി ആൾക്കാർ കയറി തുടങ്ങിയപ്പോഴേ. അതുവരെ ഇത് സിമ്പിൾ പരിപാടിയാണെന്ന് ചിന്തിക്കല്ലോ, അറിയുന്നില്ലല്ലോ, അറിയാം. അപ്പൊ അതെങ്ങനെയാ തോന്നുന്നു ഉമ്മക്ക്? അതൊക്കെ അവർക്ക് ആൾക്കാർ വരുന്നതും കുക്ക് ചെയ്ത് തുടങ്ങുന്നതും ആ ഒരു ചിന്താഗതി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും ഇങ്ങനെ കുക്ക് എല്ലാരും ഫോൺ എടുക്കും, യൂട്യൂബ് നോക്കും, അല്ലെങ്കിൽ ഓർഡർ അല്ലാതെ അടുക്കളയിൽ ഉണ്ടാക്കില്ല. എന്നെ സംബന്ധിച്ചിപ്പോ ഞാൻ മനസ്സിലാക്കിയ എന്താണെന്നറിയോ, സൗകര്യം കൂടിയപ്പോഴും എന്താ ആവശ്യങ്ങൾ കൂടി.
പണ്ട് നമുക്ക് സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണമല്ല. അതെ ശരിയാ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ അതിന് ഓപ്ഷൻ ഉണ്ട്, വാങ്ങാനുള്ള പൈസ ഉണ്ട്. അപ്പൊ എന്തായി, അത് ഓർഡർ ചെയ്താൽ മടി കൂടിപ്പോയി, സൗകര്യം കൂടിയപ്പോ മടി കൂടിപ്പോയി. ശരിയാ. പൊതുവെ എല്ലാവരുടെ കാര്യം പറയാട്ടോ. നമുക്ക് 500 ഉമ്മയാണെന്ന് രൂപയുടെ അല്ല, നമുക്ക് അവിടെ ഇപ്പൊ ചെലവാക്കി പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ 2000 ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പത്തെ ഓണം പണ്ടത്തെ ഓണം തമ്മിലുള്ള മാറ്റം. ഇപ്പോഴൊക്കെ ഓണമായാലും പെരുന്നാളായാലും ഇനി വിഷു ആയാലും എന്താണെങ്കിലും പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സമയത്താണ് നമുക്ക് നല്ല ഭക്ഷണവും എല്ലാവരും ഒത്തുകൂടിയ സംഭവങ്ങളും ഡ്രസ്സാണെങ്കിൽ പോലും ഒക്കെ അന്ന് അത് നമ്മൾ ആഗ്രഹിച്ച നിമിഷത്തിന് വേണ്ടി. പക്ഷെ ഇന്ന് എന്നും പെരുന്നാളും ഓണൊക്കെയാണ്, ഇന്നും ഓണാണ്. അതായത് ഒരാഴ്ച കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കും, അന്ന് ഇനി സദ്യ വെക്കണമെങ്കിൽ അന്ന് സദ്യ വെക്കും. ഇതിപ്പോ കുറച്ച് വെന്തിട്ടുണ്ട്. ഉമ്മ നോക്കൂ, കറക്റ്റ് ഉമ്മ പറയും പാകം. നമുക്ക് അരപ്പ് ചേർക്കാനായോ? കണ്ടോ കണ്ടോ കണ്ടോ, ഇത്ര വർഷത്തെ ടാലന്റ് ഉണ്ടോ? ഒരു എരിയിലെ കാട്ടും പോലെ അങ്ങനെയല്ല, അടിക്കട ഇങ്ങനെ കാട്ടണം, എന്നാലാണ് അറിയുള്ളൂ. ഇതൊക്കെ ടിപ്പാണ് കേട്ടോ, പഠിച്ചു വെച്ചോ. കിണർ കുത്തുണ്ടോ? ഞാൻ പോകും, ഞാൻ അതിന് പോകും കേട്ടോ. എന്തായാലും മകൻ ചെയ്യുന്നതില് ഉമ്മാന്റെ ഒരു ഹെൽപ്പ് ഉണ്ട് കണ്ടോ. എനിക്ക് കടന്നു വേഗട്ടെ. അല്ലെങ്കിൽ ഉമ്മമാരുണ്ടാക്കുന്ന കാണാതെ തന്നെ രസം. കഴിഞ്ഞാലും നല്ലതാണ് പറഞ്ഞോ. അതത്രേ ഉള്ളൂ. ടേസ്റ്റ് തന്നെ ഒരാൾ വരുന്നുണ്ടല്ലോ, വൈഫ് വരുന്നുണ്ടല്ലോ. വൈഫ് കറക്റ്റ് ആയിട്ട് പറയും തോന്നുന്നു കേട്ടോ, വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുക്കളയിൽ ഇഷ്ടമുള്ള ഒരു വസ്തു, അടുക്കളയിൽ ഇഷ്ടമുള്ള ഒരു വസ്തു. എനിക്ക് മല്ലിപ്പൊടി മുളകും. അല്ലാതെ നമുക്ക് അടുക്കളയിൽ എന്താ ഇഷ്ടം? ഉമ്മക്ക് മുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി തുടങ്ങിയതാണ് ഫേവറേറ്റ്. എനിക്ക് കാരണം എനിക്ക് വേറൊരു പാത്രമുണ്ട്, ചോറ് വെക്കാനും കൂട്ടാൻ വെക്കാനും ചായ വെക്കാനും. ഉമ്മാന്റെ പ്രായമുണ്ട്, എല്ലാം അമ്മമാർക്കും ഉമ്മമാർക്കും എന്താ പാലക്കാട്ടിൽ 5 വർഷം ഉണ്ടായിരുന്നു, ഇവിടെ 15 വർഷം ആ പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിന് ഇതൊരു എന്താ മാറ്റം വന്നിട്ടില്ല. ഒരു അടുക്കളയിൽ ഇപ്പോഴും ഉണ്ട് ആ ഒരു ചട്ടിയും. പിന്നെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഈ മറ്റേ പൊട്ടിന് മാത്രമല്ല, അതിനും ചോറുന്ന തൃപ്തി വരില്ല. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഇത്രയും ഒരുപാട് വർഷമല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഉമ്മാനെല്ലാം ഈ ഫാമിലിനെ അറിയാത്ത ആളുകളൊന്നും എല്ലാവർക്കും അറിയാം. എവിടെ പോയാലും നമുക്ക് കൂടുതൽ ആർക്കാ ഫാൻസ് നിങ്ങളില്? ഉമ്മക്കൊക്കെ തന്നെയാവും. ആണോ? ഓരോ കാറ്റഗറി. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്കാണ്, ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഓക്കാണ്. അതെങ്കിലും ഉണ്ടല്ലോ മതിയല്ലോ. ഉമ്മക്ക് എപ്പോഴെങ്കിലും ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോ ഇപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു മൊമെന്റ് എന്താ? നമുക്ക് ആരും ഇല്ലാതെ ആകുമ്പോ കുറെ ആൾക്കാർ കിട്ടുമ്പോ സന്തോഷല്ലേ. ഇപ്പൊ പുതിയൊരു സന്തോഷം കൂടി ഉണ്ട്, നമ്മളിപ്പോ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. അതെ, പുതിയൊരു വണ്ടി ഇപ്പൊ 1 മാസമായിട്ടുള്ളൂ. ഓക്കേ, കുറെ സംഭവങ്ങൾ ഇങ്ങനെ നേടുന്നുണ്ട്, ഒരുപാട് ഹാപ്പിയാണ്. അതെ. ഉമ്മ ഞാനിപ്പോ ആ വണ്ടിയുടെ വില കേട്ടപ്പോ ഉമ്മ ഇങ്ങനെ അന്തം വിട്ടിക്ക്, എന്തിനാ അത്ര വലിയ വണ്ടി എടുക്കണം. എന്റെ ഒരു ഇത് എങ്ങനെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എല്ലാം ഇതേപോലെ ജീവിക്കുക. അതെ, ഇപ്പൊ നാളെ അത് പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളത് നേടിയെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അതെ. ഈ മക്കളെ ഓർത്തിട്ട് ഭയങ്കര പ്രൗഡായിട്ടുള്ള അഭിമാനം തോന്നിയ ഒരു നിമിഷം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാ ഉമ്മ പറയാ? ഇപ്പത്തെ നിമിഷാണോ? ഇപ്പൊ അടുക്കളയിൽ കുക്ക് ചെയ്യണത്. ഇവിടെ അടുക്കളയിൽ വന്നിട്ട് അവിയൽ ഉണ്ടാക്കുന്ന നിമിഷമാണ്. എന്റെ ഉമ്മ അവിയലുമായി ഇളക്കാൻ നോക്കി കഴിച്ചു കഴിഞ്ഞിട്ടേ. ഇനി എന്തോ തൈര് ചേർക്കാം. അപ്പൊ നമുക്ക് മിൽമയുടെ തൈരാണ് നമ്മള് ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, യെസ്, പിടിച്ചോളൂ. നിങ്ങൾ അവിയൽ ഉണ്ടാക്കുമ്പോ തൈര് ചേർക്കില്ല ഉമ്മ? മിൽമയുടെ തൈരാണോ ചേർക്ക? മിൽമയുടെ ഒരു സ്പൂണ്. പുളി ഉണ്ടോ? നമുക്ക് പുളി ഇല്ലാത്തതല്ലേ? പുളിയില്ല, പുളി ഇല്ലാത്തതല്ലേ ഇത്? തൈര് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മിൽമയുടെ പുളിയുള്ളതും പുളി ഇല്ലാത്ത തൈരും ഉണ്ട്. അതുപോലെ തന്നെ പ്രോബയോട്ടിക്കിന്റെ ഒരു തൈര്, ഇമ്മ്യൂണിറ്റിക്കൊക്കെ നല്ലതാണ്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആണോ? ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിക്കൊണ്ട് എനിക്ക് അത്യാവശ്യമാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ജിമ്മിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഈ പ്രോട്ടീൻ അത് മറ്റേ യോഗട്ട് ഇത് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന വെച്ചാൽ ഗ്യാസിന്റെ ഭയങ്കര പ്രശ്നം വരുന്നുണ്ട് ഈ പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചിങ്ങാണ്ട്. അപ്പൊ ഇത് കഴിക്കുമ്പോ അതിനൊരു
ശരി, ഡെയിലി കഴിക്കുന്ന ആളാണ്. ഡെയിലി വീക്കിലി രണ്ടോട്ടം വീക്കിലി 2 വട്ടം. കൊള്ളാം. അവില് ആയിട്ടുണ്ട്. അവിയലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ലാസ്റ്റ് റൗണ്ടിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് ഓയിൽ. എന്റെ കാക്ക് ഇത് വെക്കാറിയെന്നിട്ട് ഞോളോട് ഇത് വെക്കേണ്ടി വരുന്ന ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആൾക്ക് സർപ്രൈസ് കൊടുക്കാം. ഞങ്ങൾക്ക് ഫൈനലി കറിവേപ്പില ഇടാം. ആൾക്കിപ്പം ഭയങ്കര ആവേശമായിട്ടുണ്ട്. ഓ, വർഷങ്ങളായിട്ട് അവയിൽ ഉണ്ടാക്കുന്ന ആള്. കുറച്ച് ഓയിലും കൂടെ. ഓയിൽ വേണം. ഓയിൽ വേണം. ഒരു മക്കളെ ഓയിൽ വെച്ച് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാലാണേ ആൾക്കാർ കാണുന്നതൊക്കെ. മതി. ഇളക്കണോ? ഇളക്കണ്ട. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇത് സിനുത്താനെ വിളിച്ച് നമുക്ക് ആളെ ഇത് കണ്ട് ഞെട്ടിക്കണം. ആളുടെ റിയാക്ഷൻ ചോദിക്കണം. ഞാൻ തന്നെ ഉണ്ടാക്കിയെന്നോട് പറയണ്ട കേട്ടോ. എന്തായാലും പറയും. തെളിവായിട്ട് ഞങ്ങൾ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ആളെ കാണിച്ച് ആളെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ശരി. ഇപ്പൊ സിനുത്താനെ വിളിച്ചാലോ നമുക്ക്? ഓക്കെ. സ്മെല്ല് വരുന്നുണ്ടോ? അടിപൊളി സ്മെല്ല്. ഇനി ഇതിനാണ് ഇവര് ഇത്രയും അഹങ്കാരം കാണിച്ചത്. നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി ഞാൻ ഉണ്ടാക്കി ഒന്ന് തിന്നു നോക്കി കൊടുക്കാല്ലേ? തുറക്കോ. എങ്ങനെയുണ്ട്? ഇത് കാണാനൊക്കെ അടിപൊളിയാണ്. കഴിച്ചു നോക്കാല്ലേ? കാഴ്ചയിൽ ഭംഗിയിൽ അവിയൽ ആയിട്ടുണ്ടോ? ഭംഗിയിലെ നല്ല തിന്നു നോക്കുമ്പോ അവിയലായിട്ടുണ്ടോ എന്ന് കോൺഫിഡൻസോ? പലതും ഭംഗിയിലൊന്നും ഒന്നും ചെയ്യരുത്. ഫുഡായാലും എന്തായാലും ടേസ്റ്റിലുള്ള കാര്യം. പക്ഷെ നല്ല മണം വരുന്നുണ്ട്. കറക്റ്റില് നല്ല ലുക്കില് അവിയലായിട്ടുണ്ട്. എനിക്കിത് ചേട്ടൻ പറഞ്ഞതാ ഓർമ്മ വരുന്നത്. തട്ടലും കോറലൊക്കെ കാണുമ്പോ ഞാൻ തന്നെ കൊടുക്കാം. ചൂട്. ചൂട് നോക്കണേ. സ്നേഹമൊക്കെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ. അടിപൊളി. എനിക്ക് ഇത് സദ്യയിൽ ഇഷ്ടപ്പെട്ടതാണ് അല്ലേ? അപ്പൊ നാളെ തട്ടുകട. തട്ടുകട. ഉപ്പ് കമ്മിന്റെ കുഴപ്പമില്ല. ഞാൻ പൊതുവെ ഉപ്പ് പുറത്ത് കഴിക്കുന്ന ആളാണ്. അല്ല, ഞാൻ കഴിച്ചില്ല. നല്ലതാട്ടോ. അത് ശരി, നമുക്ക് തന്നെ കഴിച്ചില്ല. സക്സസ് ആയിട്ട് നമ്മുടെ അവിയൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിപ്പിക്കാം. പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കണം തോന്നുന്നുണ്ട്. ശരിയാ. അപ്പം നമ്മുടെ മിൽമ പ്രസൻസ് സൈന സർപ്ലസ് ഓണം രുചിയുടെ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും അവിയൽ ഉണ്ടാക്കാൻ പറ്റും. പഠിച്ചു, നിങ്ങളെയും പഠിപ്പിച്ചു. അടുത്ത പ്രാവശ്യം വിളിക്കണം കേട്ടോ സാമ്പാർ. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വിളിക്കണം സാമ്പാർ ഉണ്ടാക്കാം. അവസാനം ഇത് ഒരു 4 കൊല്ലം കഴിയുമ്പോ മൊത്തം കിച്ചണില് ഞാനേ കാണും 2 കൈയൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പം അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.